രാവിലെ തന്നെ പെൻസിലും പേപ്പറും ഒക്കെ എടുത്ത് കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫിലെ വലിയൊരു മാറ്റം വന്നിരിക്കുന്ന ഒരു സമയത്തൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കുത്തിക്കുറിപ്പ്. നല്ലൊരു റുട്ടീൻ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും അല്ലേ? മടുപ്പ് നമ്മുടെ ചിന്തകളെ ബാധിക്കും. ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകാനും മതി. നമ്മൾ സ്റ്റക്കായി പോയാൽ എന്താ കുഴപ്പം? ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകും. പക്ഷേ നമ്മൾ മാത്രമാണ് ഏതോ ഒരു പോയിന്റിൽ നിന്നു പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കിയതിനു ശേഷം മോളെ സ്കൂളിൽ വിട്ടിട്ട് 9:15 ബസ്സിന് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലെ കാര്യങ്ങളുമായിട്ട് ബിസി ആയിരിക്കും. ചില ദിവസങ്ങളൊക്കെ നല്ല ബോറടി ആയിരുന്നെങ്കിലും അതൊരു റുട്ടീനായി മാറിയിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ ലോങ് ലീവിലാണ്. ഹസ്ബൻഡിന്റെ ജോലി സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇപ്പൊ എനിക്ക് നല്ല ടൈം ഉണ്ട് എന്റെ കാര്യങ്ങൾ ചെയ്യാനും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയം കിട്ടുന്നുണ്ട്. അപ്പോ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എത്ര സമയം എടുത്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇരിപ്പ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കാര്യം മടി പിടിച്ചിരുന്ന് കുറച്ചു നാൾ ചെയ്യാണ്ടിരുന്നാൽ പിന്നീട് എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അന്ന് അത് ചെയ്യാമായിരുന്നു, വെറുതെ സമയം കളഞ്ഞു എന്നൊക്കെ ഞാൻ പിന്നീട് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ദിവസം കിട്ടുന്ന 24 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണം, പിന്നെ ഞാനിപ്പോ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, എന്റെ പഠനത്തിനായിട്ട് എത്ര സമയം ചിലവഴിക്കണം, അങ്ങനെ എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എന്ത് വന്നാലും മാറ്റിവെക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ എഴുതി വെക്കാണ്. ഓഫീസിൽ പോകുന്ന സമയത്ത് വൈകുന്നേരം വീട്ടിലെത്തിയിരുന്നത് ഒരു 6:30 ഒക്കെ ആവുമ്പോഴായിരുന്നു. ആ സമയത്ത് എനിക്ക് സത്യത്തിൽ സമയം തികഞ്ഞിരുന്നില്ല കേട്ടോ. നേരത്തെ മോള് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കാനും മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാനൊന്നും ഒരുപാട് സമയമൊന്നും ഞാൻ കണ്ടെത്തിയിരുന്നില്ല. അതൊക്കെ അവള് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. മോളുടെ കൂടെ അവളുടെ പഠനത്തിനാണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ ആണെങ്കിലും അവളുടെ കൂടെ ഇരുന്ന് അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയല്ലേ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ ഇതിനൊക്കെ ആയിട്ട് സമയം മാറ്റി വെക്കുക, നല്ലൊരു ചിട്ട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്, മോളും പഠിക്കുന്നുണ്ട്, മോള് ഡാൻസും പഠിക്കുന്നുണ്ട്. അപ്പോ അതിനായിട്ടുള്ള പ്രാക്ടീസിനും ഒരു സമയം കണ്ടെത്തണമല്ലോ. നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൾക്ക് പാട്ട് പാടിക്കൊടുക്കാനുള്ള ഒരു സമയം മാത്രമാണ് എനിക്ക് കിട്ടിയിരുന്നത്. ക്ലാസിക്കൽ മ്യൂസിക്കിനോട് എനിക്ക് എന്താണെന്നറിയില്ല, വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ്. എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഇഷ്ടമാണ്. അപ്പോ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു മാറ്റം ഞാനൊന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ.